മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തെ SIT കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. രാഹുലിനെ കസ്റ്റഡിയിൽ ലഭിച്ചതോടെ ഇനി SIT തെളിവെടുപ്പ് നടത്തും. 16-ന് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. അതേസമയം രാഹുലിനെ റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുന്ന മാവേലിക്കരയിലെ ജയിലിൽ നിന്നും കോടതിയിൽ ഹാജരാക്കാനായി പുറത്തിറക്കിയതു മുതൽ DYFIയുടെയും തുടർന്ന് BJPയുടെയും വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തെ SIT കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. രാഹുലിനെ കസ്റ്റഡിയിൽ ലഭിച്ചതോടെ ഇനി SIT സംഘം തെളിവെടുപ്പ് നടത്തും. 16-നാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടത്. 15-ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം കോടതിയിൽ ഹാജരാക്കാനായി രാഹുലിനെ റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുന്ന മാവേലിക്കരയിലെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയതു മുതൽ DYFIയുടെയും തുടർന്ന് BJPയുടെയും വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ വാഹനം തടഞ്ഞു നിർത്തി DYFI മാവേലിക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കരിങ്കൊടി കാട്ടി. തുടർന്ന് തിരുവല്ലയിലേക്കുള്ള യാത്രയിലുടനീളവും തിരുവല്ലയിൽ വെച്ചും വൻ പ്രതിഷേധമുണ്ടായി. CDNet ന്യൂസ്, മാവേലിക്കര.